നാം കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് എബ്രായലേഖനം 11-ാം അധ്യായത്തെ ആസ്പദമാക്കി വിശ്വാസ വീരന്മാർ എന്ന വിഷയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ തുടർച്ചയായി ചിന്തിക്കുവാൻ 11-ാമത്തെ അധ്യായത്തിൻ്റെ 11-12 വാക്യമാണ് നമ്മളിന്ന് വായിക്കുന്നത്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സസ് 11 and 12. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്ത് എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ഓർത്തത് പല സഹോദരന്മാരെക്കുറിച്ചാണ്. ആ സഹോദരന്മാരൊക്കെ ഹാബേലും ഹാനോക്കും നോഹയും അബ്രഹാമും ഒക്കെ വിശ്വാസികളായി തീരുവാനും വിശ്വസിക്കുവാനുമുള്ള പല മുഖാന്തരങ്ങൾ ദൈവം അവർക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അവർ ബാഹ്യ ലോകവുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നവരാണ്. അവർ പല കാര്യങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചവരാണ്. അത് മാത്രമല്ല, അവർ വിശ്വാസത്തിൽ വീരന്മാരായത് ഒരാളുടെ യാഗം കൊണ്ട്, ഒരാളുടെ നടപ്പുകൊണ്ട്, ഒരാളുടെ പ്രവൃത്തി കൊണ്ട്. നാലാമത്തെ ആൾ ഇതെല്ലാം ചെയ്തു. ഇപ്പം ചിന്തിക്കാൻ വരുന്ന സാറ എന്ന് പറയുന്ന സഹോദരി അങ്ങനെയല്ല. അന്നത്തെ യഹൂദന്മാരുടെ പശ്ചാത്തലം വശിച്ച് നോക്കിയാൽ ഇവരെ പോലെ വിശ്വാസത്തിൽ ബലപ്പെട്ട് വരുവാനുള്ള സാഹചര്യമില്ല. സഹോദരിമാർക്ക് ബാഹ്യലോകത്തെ ബന്ധമൊന്നുമില്ല. അന്നത്തെ കാലത്ത് വീട്ടിൽ തന്നെ ആരെങ്കിലും വന്നാൽ അവരെ നേരിട്ട് കാണാനുള്ള അവകാശമൊന്നുമില്ല. മുഖമൊക്കെ മൂടി ഇങ്ങനെ ശാന്തമായിട്ട് നിൽപ്പാനേ അവരെ കൊണ്ട് കഴിയത്തുള്ളൂ. ഇവിടെ തന്നെ നമ്മൾ വായിക്കുന്നത് ദൈവദൂതൻ സംസാരിച്ചപ്പോൾ അബ്രഹാമിൻ്റെ പിന്നിൽ നിന്നാണ് സാറ കേൾക്കുന്നതും മറുപടി പറയുന്നതും. അങ്ങനെ ഒരു സാവകാശമില്ലാത്ത സാഹചര്യത്തിലും ഒരു സഹോദരി ഈ ലിസ്റ്റിൽ പെട്ടു എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ ഓർക്കുന്ന പോലെ തന്നെ ഓർക്കാം. അതിൻ്റെ 11-ാം വാക്യം ആരംഭിക്കുന്നത് വിശ്വാസത്താൽ സാറയും എന്ന് പറഞ്ഞ ആ വിശ്വാസം എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ, അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് വിശ്വാസത്തല്ല പുറപ്പെട്ടത്. അത് ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ തുടങ്ങുന്നു. ആ സമയത്ത് തനിക്ക് 75 വയസ്സാണ്. സാറ ഒരു മകനെ പ്രസവിക്കുമ്പോൾ സാറയ്ക്ക് 90 വയസ്സാണ്. അപ്പോൾ 24 വർഷം അബ്രഹാമിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ആ കേൾക്കുന്നതിന് എന്തായാലും പരിമിതിയുണ്ട്. എന്നാൽ 24-ാമത്തെ വർഷം ഒരു പ്രത്യേക അനുഭവം ഉണ്ടായതാണ് ഈ സാറയെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുവാൻ മുഖാന്തരമായി തീർന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ആ 24-ാം വർഷമായപ്പോൾ, അതായത് സാറയുടെ 89-ാമത്തെ വയസ്സിൽ സാക്ഷാൽ ദൈവം തന്നെ അവരുടെ ഭവനത്തിലെത്തി. നമുക്കറിയാമോ ചരിത്രം, ഉൽപ്പത്തി 18-ാം അധ്യായം. വഴിയെ പോയ 3 പേര് വഴിയാത്രക്കാരാണെന്ന് വിചാരിച്ച് അബ്രഹാം അവരെ വളരെ ബഹുമാനത്തോടെ വീട്ടിലേക്ക് സ്വീകരിച്ച് അവർക്ക് ആഹാരം കൊടുത്ത് അവരെ ആദരിച്ചു. അത് 2 പേര് ദൂതന്മാരും ഒരാൾ ക്രിസ്റ്റോഫനി കർത്താവുമായിരുന്നു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ തന്നെ സാന്നിധ്യം ആ ഭവനത്തിൽ ഉണ്ടായി. ഈ സാറയെ വിശ്വാസത്തിൽ ബലപ്പെടുത്തിയ കാര്യമാണ് നമ്മൾ പ്രാരംഭം ചിന്തിക്കുന്നത്. നോക്കാം, ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 18, 18-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ വായിക്കുന്നത്, അനന്തരം യഹോവ അവന് മമ്രയുടെ ധൂപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. ഗോഡ് അപ്പിയർഡ്. ദൈവം പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഒരു കാര്യം വ്യക്തമാ, ദൈവം ഉണ്ടായിരുന്നവനാണ്. ആ ഉണ്ടായിരുന്ന ദൈവം അവരുടെ വീട്ടിൽ വന്ന് അവരോട് സംസാരിക്കുന്നു. അപ്പോൾ സാറയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. സംസാരം കേട്ടപ്പോൾ, ഞങ്ങളുടെ ഭവനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം സ്വർഗത്തിലാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയുമ്പോൾ അവർക്കൊരു കാര്യം അറിയാം, സ്വർഗത്തിലുമുണ്ട് ഞങ്ങളുടെ വീട്ടിലുമുണ്ട്. അവളത് ആ കാര്യം ഗ്രഹിച്ചു. അതിന് പറയുന്ന വാക്കാണ്, ദൈവം സർവ്വവ്യാപിയാണെന്ന് അവൾ ഉൾക്കൊണ്ടു. ദൈവം സർവ്വവ്യാപിയാണെന്ന് അവൾ ഉൾക്കൊണ്ടു. ഇനി എൻ്റെ 14-ാം വാക്യം വായിച്ച്, 8-ന്റെ 14-ാമത്തെ വാക്യം. ആ സംസാര മധ്യേ പറയുമ്പോൾ ഒരു കാര്യം പറയുന്നത് എന്താ? 8-ന്റെ 14-ാമത്തെ വാക്യം, യഹോവയാൽ കഴിയാത്ത
കാര്യമുണ്ടോ? ഒരു കുഞ്ഞു ജനിക്കുന്ന കാര്യം പറയുമ്പോൾ അവിടെ ഒരു അല്പം ചിരി ചിന്തയൊക്കെ ഉണ്ടായി. അതിന്റെ മറുപടിയായിട്ട് പറയുന്ന കാര്യമാണ് യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ. ഇത് സാറ അബ്രഹാമിന്റെ പിൻപിൽ നിന്ന് കേട്ടോണ്ടിരിക്കുക. അപ്പൊ യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. എല്ലാം കഴിയുന്നവന്റെ പേരെന്തുവാ? സർവശക്തൻ. മനസ്സിലായോ? എല്ലാം കഴിയുന്നവന്റെ പേരാണ് സർവശക്തൻ. ഹീസ് ഏബിൾ ടു ഡു എവറിത്തിങ്, എനിത്തിങ്. അവൻ സർവശക്തനാ. ഒന്ന്, കർത്താവിന്റെ സാന്നിധ്യം, അവൻ സർവ്വവ്യാപിയാണെന്ന ചിന്ത അവിടെ ഭരിച്ചു. രണ്ട്, കർത്താവിന്റെ വാക്ക്, യഹോവയിൽ കഴിയാത്ത കാര്യമുണ്ടോ, എല്ലാം കഴിയുന്നവന്റെ പേരാണ് സർവശക്തൻ. അവൾ സർവശക്തനാണെന്ന് അവൾക്ക് ബോധ്യമായി. അതിനിടയ്ക്ക് ഈ പറഞ്ഞു കേട്ടപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട് അല്പം കൂടി വിശദമായിട്ട്. സാറ ഒന്ന് ചിരിച്ചു, അല്ലേ? ചിരിച്ചത് നമ്മൾ ചിരിക്കുന്ന പോലെ എല്ലാവരും കേൾക്കുകയാണോ കാണുകയാണോ? അല്ല, ഉള്ളിൽ ചിരിച്ചു എന്നാ നമ്മൾ ചിന്തിക്കാം. പിന്നെ ഉള്ളിൽ ചിരിച്ചു, ഉള്ളിൽ സംസാരിച്ചു, എനിക്ക് ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന്. ഉടനെ യഹോവ ചോദിക്കുന്നു, സാറ ചിരിക്കുന്നത് എന്ത്? അവൾ ഭയപ്പെട്ടു പോയി. ഞാൻ ചിരിച്ചില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ യഹോവ പറഞ്ഞു, അല്ല, നീ ചിരിച്ചു. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇവൻ സർവജ്ഞാനിയാണ്. എൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചത് പോലും അറിഞ്ഞു, ഞാൻ ഉള്ളിൽ ചിരിച്ചത് പോലും അറിഞ്ഞു. അപ്പോൾ അവൻ സർവജ്ഞാനിയാണ്. ഞാൻ 3 കാര്യം ഇപ്പം പറഞ്ഞു. 1, സർവ്വവ്യാപിയാണ്. 2, സർവശക്തനാണ്. 3, സർവജ്ഞാനിയാണ്. ഇത് അവൾ ചുരുക്ക സമയം കൊണ്ട് മനസ്സിലാക്കിയെടുത്ത കാര്യമാണ്. ഇത് ചെറിയ കാര്യമല്ല. ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ, ദി ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്, ഈ 3 കാര്യമാണ്: സർവ്വവ്യാപി, സർവശക്തൻ, സർവജ്ഞാനി. ഇത് ഉൾക്കൊള്ളാൻ പറ്റിയെന്നുള്ളത് എത്ര ശ്രേഷ്ഠമായിരിക്കുന്നൊരു കാര്യമാണ്. ഈ വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ആ സഹോദരി ചുരുക്ക സമയം കൊണ്ടാണ് ഈ കാര്യത്തിൽ ബോധ്യമുണ്ടായത്. നമ്മൾ എത്ര വർഷമായി വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്തിട്ട് നമുക്കിതിൻ്റെ ആ അന്തസത്തെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടോ ഇപ്പോഴും? ഓക്കെ, മുന്നോട്ട് പോകാം. ഇനി ഇവരുടെ സംസാരത്തിലേക്ക് നമുക്ക് വരാം. പിന്നെ ശേഷമേ നമ്മൾ ആ വിശ്വാസത്തിൽ ഉറച്ച് അങ്ങനെ പഠിച്ച ശേഷമേ നമുക്ക് ആ ചിന്തിക്കുന്നുള്ളൂ. 10-ാം വാക്യം നോക്കിക്കേ, 18-ന്റെ 10-ാമത്തെ വാക്യം. ആ ആ ആ അപ്പോൾ സാറ പിമ്പിൽ നിന്ന് കേട്ടോണ്ടിരിക്കുക. വെളിപ്പെടാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല. അപ്പൊ ഇവള് കേൾക്കുന്നു എന്നുള്ളത് വിശ്വാസത്തിന്റെ മറ്റൊരു മേഖലയാണ്. നമുക്കറിയാമല്ലോ, വിശ്വാസം എങ്ങനെ വരുന്നു എന്ന വാക്യം കേൾവിയാൽ വരുന്നു. അത് റോമാലേഖനത്തിലാണ് വായിക്കുന്നെങ്കിലും പണ്ട് തന്നെ പ്രമാണം അതാ. ഹാബേലിനും ഹാനോക്കിനും അബ്രഹാമിനും എല്ലാം വിശ്വാസം ഉണ്ടായത് കേൾവിയല്ല. അതുപോലെ സാറയ്ക്ക് വിശ്വാസം ഉണ്ടായത് കേൾവിയല്ല. അവൾ പിമ്പിൽ നിന്ന് കേൾക്കുന്നു. കേൾക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. നമ്മൾ കേട്ടത് ദൈവത്തിന്റെ വചനം ദൈവദാസന്മാരിലൂടെയാ, പുസ്തകത്തിലൂടെയാ. സാറ കേട്ടത് എങ്ങനെയാ? നേരിട്ടാ. അവൾ ഭാഗ്യവതിയാ. നേരിട്ട് കേട്ടു. നേരിട്ട് കേട്ടിട്ട് അത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ശ്രേഷ്ഠമായ കാര്യം. നോക്കിക്കേ, 11-ാം വാക്യം. കേട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? വേഴ്സ് 11, 11-ാം വാക്യം. എന്നാൽ അബ്രഹാമും സാറയും വയസ്സ് എന്ന് വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്നുപോയിരുന്നു. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. അടുത്തത്, വൃദ്ധയായിരിക്കുന്ന എനിക്ക് എന്ന് പറഞ്ഞു. ഉള്ളുകൊണ്ട് ചിരിച്ചു. പറഞ്ഞതും ഉള്ളുകൊണ്ടാ. കേൾക്കത്തക്ക പോലെ പറയത്തില്ല. അതിനുള്ള ധൈര്യം സാറയ്ക്കില്ല. അപ്പൊ ചിരിച്ചത് ഉള്ളിൽ, പറഞ്ഞതും ഉള്ളിൽ. ഇത് എന്താ സംഭവിച്ചെന്ന് ചിന്തിച്ചാൽ, അതായത് എന്താ ചിരിക്കാൻ കാര്യം? ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എങ്ങനെയാ? സാറ ഒരു പരിഹാസ ചിരി അല്ല ചിരിച്ചത്. എനിക്ക് ഇത്രയും പ്രായമായി, എന്തോ ഈ പറയുന്നത്, ഇതൊക്കെ നടക്കുന്ന കാര്യമോ എന്ന ആശയത്തിലല്ല അവൾ ചിരിച്ചത്. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ നിങ്ങളോട് ഞാൻ പറയാം. പെട്ടെന്ന് ഹൃദയത്തിൽ കൂടെ പോയ ചിന്ത, ഒരു സ്ത്രീ ഗർഭിണിയായി നിൽക്കുന്ന അവസ്ഥ. 89 വയസ്സുണ്ട്. 89 വയസ്സ്. ഒരു കുഞ്ഞിനെ മൂലയൂട്ടുന്ന അവസ്ഥ. സ്നേഹിതന്മാരും ബന്ധുക്കാരും അയൽക്കാരും ഒക്കെ വന്നിട്ട് അവരെ കണ്ട് സംസാരിച്ച് ചിരിച്ചു കളിക്കുന്ന അവസ്ഥ. ഈ കുഞ്ഞ് വളരുന്ന അവസ്ഥ. ഇതെല്ലാം കൂടെ പെട്ടെന്ന് അവിടെ മനസ്സിലൂടെ കടന്നുപോയി. അവിശ്വാസത്തിൻ്റെ അല്ല, വിശ്വാസത്തിൻ്റെ. അപ്പോൾ അവൾ ഉള്ളുകൊണ്ട്, ഞാനൊരു വാക്ക് പറയാം, അധികപ്പറ്റാൻ തോന്നുന്നില്ല, ഒരു നാണം കുടുങ്ങി ചിരി. സത്യം അതാ. അവിടെ ചിരി കർത്താവിന് മനസ്സിലായി.
അവൾ പരിഹസിക്കുകയല്ല, അവൾ അവിശ്വസിക്കുകയല്ല. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് വചനം വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചിരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാലം ഓർത്ത് നമ്മൾ എത്ര പേര് ചിരിച്ചിട്ടുണ്ട്? ഞാൻ ഒത്തിരി ചിരിച്ചിട്ടുണ്ട്, ഒത്തിരി കരഞ്ഞിട്ടുമുണ്ട്, ഒത്തിരി പാട്ട് പാടിയിട്ടുമുണ്ട്. ഇത് അനുഭവമാണ് സാറയുടെ. സാറ് അത് വിശ്വസിച്ചു. എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത് ദൈവമാണ്. കഴിഞ്ഞ 24 വർഷം എൻ്റെ ഭർത്താവിനോട് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുഭവത്തിന് പറഞ്ഞായിരിക്കും, പക്ഷെ എനിക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാൻ ഈ ദൈവത്തെ വേണ്ടോന്ന് മനസ്സിലാക്കി ആ ദൈവം പറയുന്ന കാര്യം സംഭവിക്കുമെന്നുള്ള ബോധ്യത്തിൽ അവളുടെ സന്തോഷത്താൽ വിശ്വാസത്താൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചിരിച്ചത്. ഇനിയും അടുത്തതെന്താ? ഈ ചിരിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം ചോദിക്കുന്നു, 13-ാം വാക്യം, യഹോവ അബ്രഹാമിനോട് വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ട്. അപ്പോൾ സാറ എന്താ മറുപടി പറഞ്ഞേ? ഞാൻ ചിരിച്ചില്ല. അപ്പോൾ യഹോവ പറയുന്നത് അല്ല, അവൾ ചിരിച്ചു എന്ന് പറഞ്ഞ് അവിടെ ആ കാര്യം അവസാനിപ്പിച്ചു. പിന്നൊരു വാക്ക് പോലും പറയുന്നില്ല. എന്നാൽ എന്നെ അതിലും ഭയപ്പെടുത്തിയൊരു കാര്യമുണ്ട്. 15-ാം വാക്യം നോക്കി, സാറ ഭയപ്പെട്ടു. സാറ ഭയപ്പെട്ടത് എന്തിനാ? സാറ ഭയപ്പെട്ടത്, ഞാൻ ഹൃദയത്തിൽ പറഞ്ഞത്, ഞാൻ ഉള്ളിൽ ചിരിച്ചത് കണ്ട അറിഞ്ഞ ദൈവമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അവൾക്കത് മറച്ചു വയ്ക്കാൻ പറ്റിയില്ല. ഞാൻ ചിരിച്ചില്ലെന്ന് പറഞ്ഞിട്ടും ദൈവം പറഞ്ഞു അല്ല, നീ ചിരിച്ചു എന്ന് പറഞ്ഞ് ആ സംഭവം അവസാനിപ്പിക്കുക. പിന്നെ അടുത്ത വിഷയം പറയുന്നത് വേറെ കാര്യമാണ്. പോയി ലോത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് അബ്രഹാമോട്ടൊക്കെ പോവാ. ഞാൻ പറയാൻ വരുന്നത്, സാറ ഭയപ്പെട്ടു എന്ന് പറയുമ്പോൾ അവൾ ദൈവത്തെക്കുറിച്ചുള്ള അവളുടെ അറിവ്, ജ്ഞാനം, ദൈവം സർവജ്ഞാനിയാണല്ലോ, എൻ്റെ ഹൃദയ ചിന്ത പോലും അറിഞ്ഞല്ലോ എന്ന് ഓർത്തപ്പോൾ അവൾ ഭയപ്പെട്ടു പോയി. എനിക്ക് എന്നെ കേൾക്കുന്ന സൗരസ്വരമായിട്ട് ചോദിക്കാനുള്ള ചോദ്യം ഇന്ന് ഫൈറ്റ് ഇങ്ങനെയാ: നമുക്ക് ഈ വിഷയത്തിൽ ദൈവത്തെ എത്രമാത്രം ഭയമുണ്ട്? ഞാൻ ചിന്തിക്കുന്ന കാര്യം, ഞാൻ ഓർക്കുന്ന കാര്യം, ഞാൻ നാളെ ഒരാളോട് പറയുമെന്ന് വിചാരിക്കുന്ന കാര്യം, അത് ഇന്ന് അറിയുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവമെന്ന് നമ്മൾ എത്ര പേർക്ക് ഭയമുണ്ട്? നമ്മുടെ ഭയം എന്തുവാ? നമ്മുടെ ഭയം ഞാൻ ചിന്തിച്ചത്, ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ചെയ്യുന്നത്, ഞാൻ ചെയ്തത് മനുഷ്യർ വല്ലതും അറിയുമോ, മനുഷ്യർ വല്ലതും കാണുമോ? നമ്മുടെ ഭയം അതാ, അല്ലയോ? ആന്നു, നമ്മുടെ ഭയം അതാ. നമ്മൾ ചെയ്യുന്നതും പറയുന്നതും പോകുന്നതും പ്രവർത്തിക്കുന്നതും മനുഷ്യരറിയാൻ പാടില്ല. അറിഞ്ഞാൽ മോശമാ. എന്നാൽ ദൈവം എൻ്റെ ചിന്ത പോലും അറിയുന്നെന്നുള്ള ഭയം നമ്മിൽ എത്ര പേർക്കുണ്ട്? സാറ ഇന്ന് ഈ വിശ്വാസ വീരന്മാർ ലിസ്റ്റിൽ കൊണ്ടുവന്നതിന്റെ പല കാരണങ്ങൾ, ഒരു കാരണം അതാ, അവള് ദൈവത്തെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടേണ്ട വിഷയത്തിൽ ഭയപ്പെട്ടു. അവിടെ വിഷയം കുഞ്ഞുണ്ടാവോ ഇല്ലെന്നുള്ളതും അല്ല ഇവിടുത്തെ വിഷയം. എന്റെ മുമ്പ് നിൽക്കുന്നവൻ സർവജ്ഞാനിയാണെന്നുള്ള കാര്യം അവളെ ഭയപ്പെടുത്തി. എന്റെ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ വളരെ ഭയപ്പെടേണ്ട ഒരു മേഖലയാണ് ദൈവത്തിന്റെ സർവജ്ഞാനിത്വം. ഒരാളോട് നമ്മളൊരു കാര്യം പറയാൻ ചിന്തിച്ചു പറഞ്ഞില്ല, കർത്താവ് എങ്ങനെ കണക്കിടും? അതെ, പറഞ്ഞതായിട്ട് കണക്കിടും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ വളരെ ഗൗരവമുള്ളവരായിരിക്കണം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സാറ വിശ്വാസത്തിൽ ബലപ്പെട്ടതിന്റെ കാരണമെന്ന് പറയുന്നത്, അവിടെ വീട്ടിൽ ദൈവീയ സാന്നിധ്യം അനുഭവിച്ച് ദൈവം പറഞ്ഞ വാക്കുകൾ അവൾ കേട്ട് അവൾ അതുപോലെ വിശ്വസിച്ച് സന്തോഷമായിട്ട് പോകുവാനായിട്ട് തീരുമാനമെടുത്തു. ഇനിയും അതുകൊണ്ട് ദൈവം അനുകൂലമായിട്ട് വാക്കല്ലാതെ പ്രതികൂലമായിട്ട് പറഞ്ഞില്ല. സാറായുടെ ചിരി പരിഹസിച്ചുകൊണ്ട് ചിരിയായിരുന്നെങ്കിൽ, അവിശ്വാസത്തെ ചിരിയായിരുന്നെങ്കിൽ വാസ്തവമായിട്ടും ദൈവം അതിന് തർജ്ജമ ചെയ്ത് സംസാരിക്കുമായിരുന്നു. ദൈവം എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ? സാറേ, ഒന്നും പറഞ്ഞില്ല. വാഗ്ദത്തത്തിനൊരു ചെറിയ വ്യത്യാസം വരുത്തിയോ? ഇല്ല. ഇത് പറയുമ്പോൾ എൻ്റെ ഓർമ്മ വരുന്നത് ലൂക്കോസ് സുവിശേഷത്തിൽ ഒരു സംഭവമുണ്ട്. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ തൻ്റെ അപ്പനായ സക്കറിയാവിനോട് പറയുന്നു, ദൂതൻ നിന്റെ ഭാര്യ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ വിശ്വസിച്ചില്ല. പെട്ടെന്നൊരു വാക്ക്, അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു. ഉടനെ വന്ന ദൂതൻ പറഞ്ഞു, ഇത് സംഭവിക്കുന്നവരെ നീ ഇനിയും മിണ്ടത്തില്ല. മനസ്സിലായോ? അപ്പൊ ആ ചോദ്യം അവന്റെ അവിശ്വാസത്തിൽ നിന്നുള്ള കാര്യം ദൂതന് മനസ്സിലായി. അവ കൊടുത്തൊരു ശിക്ഷ.
തക്ക സമയത്ത് വാദം സംസാരിച്ചു, അത് വേറെ കാര്യം. എന്നാൽ ഇതിവിടെ അങ്ങനെ സംഭവിച്ചില്ല. എന്താ സംഭവിക്കുന്നത്? സാറയുടെ ചിരി എന്ന് പറയുന്നത്, സാറയുടെ ഉള്ളിലെ സംസാരം എന്ന് പറയുന്നത് അവിശ്വാസത്തിന്റെ അല്ല, പരിഹാസത്തിന്റെ അല്ല, നിറഞ്ഞ വിശ്വാസത്തിന്റെയാ. എനിക്കങ്ങനെ സംഭവിക്കുമെന്നുള്ള ആ ചിന്ത അവളുടെ ഹൃദയത്തെ നിറച്ചിട്ട് അവൾ അങ്ങനെ ചിരിച്ചതാ. അവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ നീട്ടി പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് നമുക്ക് പറ്റത്തില്ലല്ലോ. ഓരോ ക്ലാസ് കൊണ്ട് ഓരോരുത്തരുടെ കാര്യം നമ്മൾ അവസാനിപ്പിക്കുക. മടങ്ങി നമുക്ക് ആ വാക്യത്തിലേക്ക് വരാം. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, വിശ്വാസത്താൽ സാറയും എന്താ ചെയ്തത്? വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെണ്ണി. വാഗ്ദത്തം ചെയ്തവനെ. മറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടായിരുന്നു മറ്റ് നമ്മൾ പഠിച്ചത്. ഹാബേല് വിശ്വാസവീരനായത് യാഗത്തിലൂടെയാണ്. അവിടെ ദൈവത്തിന് സ്ഥാനമുണ്ടെങ്കിലും ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കുക. ഹാനോക്ക് ദൈവത്തിന് സ്ഥാനമുണ്ടെങ്കിലും ദൈവത്തോട് കൂടെ നടക്കുക. നോഹ ദൈവത്തെ ബഹുമാനിച്ചെങ്കിലും ഭയപ്പെട്ടെങ്കിലും ദൈവം പറഞ്ഞതുപോലെ ചെയ്യുക. സാറ അങ്ങനെയല്ല. സാറ വാഗ്ദത്തമല്ല ആശ്രയിക്കുന്നത്, വാഗ്ദത്തത്തെ അല്ല വിശ്വസിക്കുന്നത്, ദാനത്തെ അല്ല വിശ്വസിക്കുന്നത്, വാഗ്ദത്തം ചെയ്തവനെയാണ്. മുൻപ് പഠിച്ച 4 പേരെക്കാളും വ്യത്യസ്തമാണ് ഈ സഹോദരിയുടെ പ്രത്യേകത. അവൾ വിശ്വസിക്കുന്നത് വാഗ്ദത്തം ചെയ്തവനെയാണ്. ഞാൻ മനസ്സിലാക്കിയ എന്റെ വീട്ടിൽ വന്ന ദൈവം അവൻ സർവജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്, എന്റെ ചിന്ത പോലും അറിഞ്ഞവനാ. അവനൊരു കാര്യം പറഞ്ഞാൽ നടക്കും. അവരിനെ ആശ്രയിച്ചത്, അവനിൽ വിശ്വസിക്കുക. അത് അവൾക്കൊരു കുഞ്ഞുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ലെവലേഴ്സ് സംശയമില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇനി എന്റെ ചിന്ത മുഴുവനും ഈ പറഞ്ഞവനെ കുറിച്ചാ, വാഗ്ദത്തം ചെയ്തവനെ. എന്റെ പ്രിയ സഹോദരന്മാരെ, നമ്മള് ദാനത്തെക്കാൾ അധികം ദാതാവിനെ സ്നേഹിക്കണം. കിട്ടിയതിനേക്കാൾ അധികം തന്നവനെ സ്നേഹിക്കണം. മനസ്സിലായോ? നമ്മൾ പറയുന്നത് എന്തുവാ? നമ്മൾ ആരാധിക്കാണെങ്കിലും പറയുന്നത് എന്തുവാ? സ്വർഗത്തിൽ എൻ്റെ പേരെഴുതി രാധിക പുരോഹിതവർഗമാക്കി ആരാധിപ്പ യോഗ്യരാക്കി. ഇതൊക്കെ ശരി, ഇതെല്ലാം ദാനമാണ്. തന്ന ആരാ? തന്നവനാ പ്രാധാന്യം. തന്നവനെക്കുറിച്ച് പറയണം. അവന്റെ സ്നേഹം, അവന്റെ കഷ്ടത, അവന്റെ വലിപ്പം, അവന്റെ മഹത്വം, അവന്റെ വീണ്ടും വരവ്, അവൻ എന്ന ചിന്തയായിരിക്കണം നമ്മളെ ഭരിക്കേണ്ടത്. യാക്കോബല്ല, യോസഫ് തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി അപ്പനെ കൊണ്ടുവാ, രഥമൊക്കെ കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞ് അപ്പനോട് ചെന്നിട്ട്, നിങ്ങൾ ഇവിടെ കണ്ട എൻ്റെ മഹത്വം എൻ്റെ അപ്പനെ അറിയിക്കണം. മനസ്സിലായോ? മകന്റെ മഹത്വം അപ്പനെ അറിയിക്കുകയാണ് ഒരു ആരാധകന്റെ ജോലി. എലിയാസാറ് ഇസ്ഹാക്കിനൊരു ഇസ്ഹാക്കിനൊരു ഭാര്യ അന്വേഷിച്ചു പോയി. അവിടെ ചെന്നപ്പോൾ ആദ്യം പറഞ്ഞത്, എൻ്റെ യജമാനായ അബ്രഹാം വലിയ ധനികനാണ്, സമ്പത്തുള്ളവനാണ്. ആ സമ്പത്ത് അവൻ്റെ ഒരു ഏക മകനേ ഉള്ളൂ. ആ സമ്പത്തെല്ലാം ആർക്ക് കൊടുത്തു? ഇസ്ഹാക്കിന് കൊടുത്തു. അവിടെ ചെന്ന് പറഞ്ഞതും മകനെ പുകഴ്ത്തുക. ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ശുശ്രൂഷിക്കുമ്പോഴും ജീവിക്കുമ്പോഴും എല്ലാം നമുക്ക് തന്ന കാര്യമല്ല വിഷയം, തന്നവനായിരിക്കണം വിഷയം. തന്നവൻ. ഇനി അതിനെക്കുറിച്ചൊരു അല്പം കൂടെ ഞാൻ പറയാം. തരുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. അതായത് ദൈവത്തിന്റെ കരുതലിന് വ്യത്യാസമുണ്ടാകും, ദൈവത്തിന് വ്യത്യാസം ഉണ്ടാകത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഏലിയാവ് ദൈവത്തിന്റെ ദാസനാണ്, ദൈവം പറഞ്ഞതുപോലെ ചെയ്ത മനുഷ്യനാണ്. അതുപോലെ തന്നെ താൻ പറഞ്ഞതുപോലെ ദൈവം ചെയ്തല്ലോ, ഇല്ലയോ? മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ മഴ പെയ്യത്തില്ല, ദൈവം മഴ പെയ്യിപ്പിക്കത്തില്ല. മഴ പെയ്യാൻ പറഞ്ഞാൽ ദൈവം മഴ പെയ്യിപ്പിക്കും. ഈ ഏലിയാവിനെ സംബന്ധിച്ച് ഒരു പ്രയാസം ഉണ്ടായപ്പോൾ കെരീത്ത് തോട്ടിൽ പോയി അവിടെ ഇരുന്നു, അവിടുന്ന് വെള്ളം കുടിച്ച് വെള്ളം പറഞ്ഞു. അവിടെ കാക്കയുടെ അപ്പം ഇറച്ചിയും കൊടുത്തു വിടും. ജീവിതകാലം മുഴുവനും കെരീത്ത് തോട്ടും അപ്പമായിരുന്നു തന്റെ ആഹാരം. അല്ല, അതങ്ങ് പറ്റി, അവിടുത്തെ വെള്ളം പറ്റി. അപ്പോൾ പറഞ്ഞു, വിധവയുടെ വീട്ടിൽ പോയി അവിടുന്ന് ആഹാരം കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നോട് പോയി ഒരു മരത്തിന്റെ ചോട്ട് പോയി താനങ്ങ് കിടക്കുക. അവിടെ വിളിച്ചുണർത്തി ആഹാരം കൊടുത്തു. അപ്പം വെള്ളം പറ്റിയാലും വിധവയുടെ വീട്ടിലെ കാര്യം തീർന്നാലും മരത്തിന്റെ ചോട്ട് പോയി കിടന്നാലും ആഹാരം കൊടുക്കാൻ ദൈവത്തിന് കഴിയും. കൊടുക്കുന്ന പ്രൊവിഷൻസിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പല നിലയിലാണ് കൊടുക്കുന്നത്, പല സാഹചര്യത്തിലാണ് കൊടുക്കുന്നത്. ഒന്നിനും കുറെ വരെ കൊടുത്തുകൊണ്ടിരിക്കും. അതിന് വ്യത്യാസമുണ്ടെങ്കിലും കൊടുക്കുന്നവന് വ്യത്യാസമുണ്ടോ? കൊടുക്കുന്നവന് ഒരുപോലെ ഉള്ളവന്, അവന് മാറ്റമില്ല, അവൻ സ്വഭാവത്തിന് മാറ്റമില്ല. അതുകൊണ്ട് നമുക്ക് മേലിലും ഈ കർത്താവിൽ തന്നെ ആശ്രയിക്കാം. അതുകൊണ്ട് റോമലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, സ്വന്തം പുത്രനെ ആദരിയാതെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സർവവും നൽകാതിരിക്കുമോ ചോദിച്ചാൽ നൽകുമെന്ന് അതിന്റെ അർത്ഥം.
അതായത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വിലപ്പെട്ടതും ആർക്കും ചെയ്തു തരാൻ കഴിയാത്തതുമായ രക്ഷ എന്ന വിഷയം പുത്രനിലൂടെ പിതാവ് ചെയ്തു തന്നെങ്കിൽ ശേഷിക്കുന്ന എല്ലാം അതിൽ ചെറുതാ. ക്യാൻസർ രോഗം വന്നാലും അതിൽ ചെറുതാ. അതാണല്ലോ ഇപ്പോഴത്തെ വലിയ രോഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. എന്ത് വന്നാലും. അപ്പൊ നമ്മൾ ഒരു വിഷയത്തിലും പിന്നെ ഭാരപ്പെടരുത്. പുത്രനെ തന്ന പിതാവ് ബാക്കി കാര്യം തരുമെന്ന് ഉറപ്പാ. തന്നുയിൽ തന്ന ജീവനാഥൻ എന്നെ അഭയമൻ നാൾ മുഴുവൻ. ഒന്നിനും തന്നിടം എന്നിയെ വേറെങ്ങും ഓടേണ്ട, താങ്ങുവാൻ താൻ മതിയാം. ഞാൻ സാധാരണ പറയാം, ആ പാട്ടിന്റെ ആ ശാൻസ ഒരു പാക്കേജാ. തന്നുയിൽ തന്നു, പിന്നെ ബാക്കിയുള്ളതെല്ലാം തരും. ഈ ഉയിർ തന്നവനെ സ്വീകരിക്കണം. സ്വീകരിച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം വേറെ എങ്ങും പോകണ്ട എന്നാ പാട്ടുകാരൻ പറയുന്നത്. തന്നുയിൽ തന്നെങ്കിൽ ബാക്കിയുള്ളതും അവൻ തരും. ഈ ഒരു ബോധ്യം നമുക്ക് വേണം. അപ്പൊ സാറ് ചെയ്തത് വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണി. വാഗ്ദത്തം ചെയ്തവനെ. അപ്പൊ നമുക്ക് മേലിലും ഈ ദാനങ്ങളുടെ പുറകെ പോകാതെ ദാതാവിന്റെ പുറകെ തന്നെ പോകാം. ഒന്നുകൂടെ നോക്കിക്കേ, 11ാമത്തെ വാക്യം. വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തനെന്നുകാൽ പിന്നെ പ്രായം കഴിഞ്ഞിട്ടും, ഈവൻ ബിയോണ്ട് ടൈം. ഇംഗ്ലീഷ് വായിക്കുന്നത് ഈവൻ ബിയോണ്ട് പ്രോപ്പർ ടൈം ഓഫ് ലൈഫ് എന്ന. ജീവിതത്തിലെ ഒരു സമയമുണ്ടല്ലോ, ഒരു സ്ത്രീക്ക് കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ കഴിയുന്ന ഒരു സമയം, ഒരു പുരുഷന് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയുന്ന സമയം, ആ സമയം ശരീരത്തിലുള്ള ഈവൻ ബിയോണ്ട് ദ പ്രോപ്പർ ടൈം ഓഫ് ലൈഫ്, അത് കഴിഞ്ഞു എന്നാണ് ഒരു വാക്ക് പറയുന്നത്. ഈ പ്രായം കഴിഞ്ഞിട്ടും എന്ന് പറയുമ്പോൾ ഈ സാറ് ആരാന്നറിയാമോ? ഒരു വായിക്കും വായിച്ചു ഉൽപ്പത്തി പുസ്തകം 11ാം അധ്യായത്തിലെ ഉൽപ്പത്തി 11 30ാമത്തെ വാക്യം. ആരെങ്കിലും ഉറച്ചു വായിച്ചു. ഉൽപ്പത്തി 11:30 മതി. സാറേ മച്ചിയായിരുന്നു. ഈ ബാരൻസ് മച്ചി എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു 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 സ്റ്റേജാ, ഒരവസ്ഥയാ, ഒരു രോഗമല്ല. കേട്ടിട്ടില്ലയോ, ചില സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാതിരുന്നാൽ ഡോക്ടറോടെ കൺസൾട്ട് ചെയ്ത് രോഗമാണെങ്കിൽ കണ്ടുപിടിച്ച് ചികിത്സിച്ച ശേഷം മക്കളുണ്ടായിട്ടുണ്ട്. നമുക്ക് ഒത്തിരി ചരിത്രം അങ്ങനെ അറിയാം. അത് എന്തെങ്കിലും തരത്തിലുള്ള രോഗമാണ്, അസുഖമാണ്. ഇതല്ല. മച്ചി ബാരൻ എന്ന് പറഞ്ഞ വാക്ക് അതൊരു സ്റ്റേജാ, അതിനൊരിക്കലും മാറ്റം വരത്തില്ല. രോഗമാണെങ്കിൽ ചികിത്സിച്ച് മാറ്റം വരുത്താം. അപ്പോൾ ഒന്ന് ഒരു സ്റ്റേജാണ്, മറ്റേത് രോഗമാണ്, സൗഖ്യം ഉണ്ടാകാം. മൂന്നാമതൊരു കാര്യമുണ്ട്, വാക്യം വായിക്കേണ്ട, അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം. ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിലാണ്. ഹന്ന, പെനിന്ന, എൽക്കാന ഒരു വീട്ടിലെ അംഗങ്ങളാണ്. എൽക്കാനയുടെ ഭാര്യമാരാണ് ഇവര്. പെനിന്നയ്ക്ക് മക്കളുണ്ട്, ഹന്നയ്ക്ക് മക്കളില്ല. കാരണം എന്താ? യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. അത് മൂന്നാമത്തെ കാര്യമാണ്. അവൾ മച്ചിയല്ല, അവൾക്ക് രോഗവുമല്ല, പ്രസവിക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ കർത്താവ് എന്ത് ചെയ്യും? തൽക്കാലം നീ പ്രസവിക്കേണ്ടെന്ന് പറഞ്ഞു. എന്തിനെന്നറിയാമോ? ചില ഉദ്ദേശം കർത്താവിനുണ്ട്. അവൾ എങ്ങനെ പ്രതികരിക്കും, അവളുടെ ഭർത്താവ് എങ്ങനെ പ്രതികരിക്കും, അവളുടെ കൂടുള്ള പെണ്ണിനെ എങ്ങനെ പ്രതികരിക്കും, കർത്താവിന് അറിയണം. നമുക്ക് ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും തമ്പുരാൻ അനുവദിക്കുന്നതിന് പിന്നിൽ ഒരു കാരണം കൂടെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രതികരണം ദൈവത്തിന് അറിയണം. എങ്ങനെയാണ് പ്രതികരിച്ചത്? എൽക്കാന നന്നായി പ്രതികരിച്ചു. എൽക്കാനെ അവളെ ആശ്വസിപ്പിച്ചു, ധൈര്യപ്പെടുത്തി, അവൾക്ക് നല്ല പങ്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാളും നല്ലവനല്ലോ എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. എൽക്കാന വിജയിച്ചു അക്കാര്യത്തിൽ. ഹന്നയും വിജയിച്ചു. അവൾ ഒരു പരാതിയും പറയുന്നില്ല, പിറുപിറുപ്പില്ല. പ്രാർത്ഥന തന്നെ പ്രാർത്ഥന. ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു. അവൾ ദൈവസ്ഥന്റെ ഹൃദയം പകർന്നു. അവളും വിജയിച്ചു. പെനിന്നയോ നിരന്തരം ഹന്നയെ പരിഹസിച്ചുകൊണ്ടിരുന്നു, കളിയാക്കിക്കൊണ്ടിരുന്നു. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴോ ഏലി പറഞ്ഞു ഇവള് കള്ളു കുടിച്ചിട്ട് വന്നിരിക്കുവാന്ന്. അപ്പോൾ ഏലിയും അക്കാര്യത്തിൽ പരാജയപ്പെട്ടു. 4 പേരുടെ പ്രതികരണം കർത്താവ് ശ്രദ്ധിച്ചു. 2 പേര് അനുകൂലമായി പ്രതികരിച്ചു, 2 പേര് പ്രതികൂലമായി പ്രതികരിച്ചു. ദൈവം അവളുടെ ഗർഭത്തെ തുറന്നു, ഒരു കുഞ്ഞിനെ കൊടുത്തു, അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശമൂവേലിനെ കിട്ടി. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചിലപ്പോൾ ചില വഴികൾ അടച്ചു വയ്ക്കും, ചില നന്മകൾ അടച്ചു വയ്ക്കും, ചില ആനുകൂല്യം അടച്ചു വയ്ക്കും. ഫോർ എ സർട്ടൻ പീരീഡ്, അല്പകാലത്തേക്ക് മാത്രം. നമ്മൾ ധൃതി വെക്കരുത്, നമ്മൾ വേറെ വഴി അന്വേഷിച്ച് പോകരുത്. നമ്മൾ ന്യായമായിട്ട് പ്രതികരിക്കണം, പ്രാർത്ഥിച്ച് ശാന്തമായിട്ടിരിക്കണം. പക്ഷെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവരൊക്കെ പല അഭിപ്രായം പറയും, പല കുറ്റങ്ങൾ പറയും, പല കുറവുകൾ പറയും.
വളരെ ഭാരപ്പെടുന്ന വാക്കുകൾ പറഞ്ഞൊന്നും വരാം. സാരമില്ല, എൻ്റെ വിഷയമല്ലേ, എന്നെ സംബന്ധിച്ചല്ലേ, ഞാൻ ശാന്തമായിട്ടിരുന്നോളാം എന്ന തീരുമാനം നമുക്ക് വേണം. അപ്പോൾ അത് ഞാൻ ആ വിഷയത്തിൽ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട വിഷയമായി. ഇവിടെ സാറയ്ക്ക് അങ്ങനെയല്ല. സാറ ആരായിരുന്നു? മച്ചിയായിരുന്നു. അതൊരു നെഗറ്റീവ് പോയിന്റാ സാറയെ സംബന്ധിച്ച്, അല്ലേ? ഒരു നെഗറ്റീവ് പോയിന്റാ. പിന്നെ പറഞ്ഞേക്കുന്നത് ഈവൻ ബിയോണ്ട് ദ പ്രോപ്പർ ടൈം ഓഫ് ലൈഫ്. മനസ്സിലായോ? ജീവിതത്തിൽ ഇനി മച്ചി അല്ലെങ്കിൽ തന്നെ പ്രസവിക്കുന്നതിനും ഗർഭധാരണത്തിനും പ്രസവത്തിനും സ്ത്രീകൾക്ക് ഒരു സമയമുണ്ട്. ആ സമയവും കഴിഞ്ഞു. 2 നെഗറ്റീവ്. 1 മച്ചിയാണ്, ഒരിക്കലും സാധിക്കത്തില്ല. 2 മച്ചി അല്ലെങ്കിൽ തന്നെ സമയം കഴിഞ്ഞു. 2 നെഗറ്റീവാണ്. ഇവിടെ നമ്മൾ ഒരു നെഗറ്റീവായി തന്നെ താടിക്കാൻ എടുക്കുന്നവരാ, അല്ലേ? സാറയ്ക്കത് വിഷയമല്ല. മനുഷ്യമായ നിലയിൽ പറഞ്ഞാൽ ഒരു പ്രതീക്ഷയുമില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് അവിടെ അല്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് ആരില്ല? വാഗ്ദത്തം ചെയ്തവല്ല. അവർക്ക് അതിൻ്റെ നന്മ ഉണ്ടായി എന്ന പറഞ്ഞതിൻ്റെ സാരം. ഞാൻ പറയട്ടെ, നമ്മൾ നിശ്ചയമായിട്ടും ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കേണ്ട ഒരു വിഷയമാണ്. സാറയ്ക്ക് ഇതിന് മുമ്പ് അനുഭവം വല്ലതും ഉണ്ടോ? ഇല്ല. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കാൻ തന്നെ പോകുന്നത്. ഞാനും നിങ്ങൾ രക്ഷിക്കപ്പെട്ട ശേഷം എത്രയോ പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. ഭൗതിക കാര്യത്തിന്, ആത്മീയ കാര്യത്തിന്, ശാരീരിക കാര്യത്തിന്, മാനസിക കാര്യത്തിന് എന്ന് വേണ്ട എന്തെല്ലാം വിഷയങ്ങൾക്ക് ദൈവം നിരവധി പ്രാവശ്യം അത്ഭുതം പ്രവർത്തിച്ച് നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും ഒരു പ്രയാസമോ ഭാരം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പിന്നെയും മൗനം കാണിക്കുക, അവിശ്വാസം, പരാതി ഒക്കെ പറയുക. തികച്ചും തെറ്റാ. അതിന്റെ അർത്ഥം അങ്ങനെ ചെയ്യുന്ന വിശ്വാസികൾ ഒരു നിലയിൽ എത്തിയിട്ടില്ല. ഇന്നും ശശിക്കള. ഞാൻ പിന്നെ ചോദിക്കുന്നത്, കഴിഞ്ഞ അനേക ആഴ്ചകൾ ചോദിക്കുക, ഇനി എന്നാ ഞാനും നിങ്ങളൊന്ന് മെച്ചപ്പെടുന്നത്? ഇനി നമ്മളെന്നാ ഇന്നും തൃപ്തിയോടെ ജീവിക്കുന്നത്? ഇതൊക്കെ നല്ല അനുഭവങ്ങളല്ലേ? നമ്മളെക്കാൾ എത്രയോ ആത്മീയ കാര്യത്തിന് സാഹചര്യമായിരുന്നു അവർക്ക് അന്നുണ്ടായിരുന്നത്. അതിൽ എത്രയോ മെച്ചം നമുക്ക് ഇന്നുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങൾ ഇപ്പോഴും പല കാര്യങ്ങൾക്കും മൗനമല്ലേ? അങ്ങനെ വരാനായിട്ട് പാടില്ല. ഈവൻ ബിയോണ്ട് ദ ടൈം എന്ന് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇത് സാധിക്കാൻ കഴിയാത്ത കാര്യം. 2 നെഗറ്റീവ്. 1 സമയം കഴിഞ്ഞു, 2 മച്ചിയായിരിക്കുന്നു. അതൊന്നും അവൾക്ക് വിഷയമായില്ല. അവൾ കർത്താവിൽ ആശ്രയിച്ചു, കാര്യം സാധിച്ചു. മടങ്ങി വരാം. ഇബ്രാഹിം ലേഖനം 11 അധ്യായത്തിന്റെ 11 വാക്യം ഒന്നുകൂടെ വായിച്ചേ. ശക്തി പ്രാപിച്ചു എന്ന ഒരു വാക്ക് മലയാളത്തിലുണ്ട്. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ സാറ ഹെർസെൽഫ് റിസീവ്ഡ് ദ എബിലിറ്റി എന്നാ. അത് ഇംഗ്ലീഷിൽ അങ്ങനെ പറഞ്ഞേക്കും. ഞാൻ അത് രണ്ടായിട്ട് പറയാം. ശക്തി പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ആരിൽ നിന്ന് ശക്തി പ്രാപിച്ചു എന്നാ? ദൈവത്തിൽ നിന്ന്. ദൈവം ആരെന്നറിയാമോ? ഞാൻ ആദ്യം പറഞ്ഞ വാക്യം ഓർമ്മയുണ്ട്. അവൻ സർവശക്തനാ. ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ ബോധ്യം ഇവിടെ വിലപ്പെട്ടു, ഇവിടെ ഫലമായി തീർന്നു. അവൻ സർവശക്തനാണെങ്കിൽ എന്നെ ശക്തീകരിക്കാനായിട്ട് അവന് കഴിയും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതി. ആ വാക്ക് ഇംഗ്ലീഷിൽ എത്ര രസമെന്നറിയാമോ? ഞാൻ എൻ്റെ ആ വാക്യം ഞാൻ പലയിടങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് പണ്ട് വിസിറ്റിംഗ് കാർഡ് ഉണ്ട്. വിസിറ്റിംഗ് കാർഡിലെ വാക്യം അതായിരുന്നു. ലെറ്റർ ഹെഡ് ഉണ്ട്, അതിലെ വാക്യം അതായിരുന്നു. എന്നറിയാം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. പ്രൈഡല്ല, അഹങ്കാരമല്ല. എന്നിട്ട് പറയുന്നത്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും. ആ ഒരു ബോധ്യം നമുക്ക് വേണം. ഇവിടെ പറഞ്ഞത് അവളെ ശക്തി പ്രാപിച്ചത് ശക്തനായെങ്കിൽ എന്നാണ്. ഈ 18 അധ്യായം ആണല്ലോ നമ്മൾ വായിച്ചത്, ഉൽപ്പത്തി പുസ്തകം. 17 അധ്യായത്തിലാണ് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടിട്ട് അബ്രഹാമിൻ്റെ പേര് മാറ്റിയിട്ടു, സാറയുടെ പേര് മാറ്റിയിട്ടു, നിനക്ക് സാറ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞ് എല്ലാം 17 അധ്യായത്തിലാണ്. ആ 17 അധ്യായം തുടങ്ങുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ഒന്ന് വായിച്ച ആരെങ്കിലും? 1-ാമത്തെ വാക്യം. മനസ്സിലായോ? യഹോവ ആരാ? ആ സർവശക്തനാണ്. 18 അധ്യായത്തിൽ പറയുമ്പം അവരുടെ വീട്ടിൽ വന്നത് അദ്ദേഹത്തെയാണ് നേരിട്ട് കണ്ടതും കേട്ടതും. അതുകൊണ്ട് സാറ ശക്തി പ്രാപിച്ചു. 2 നെഗറ്റീവ്. ഒരിക്കലും അസാധ്യമായിരിക്കുന്ന കാര്യം, ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്.
അവിടെ ദൈവത്തിൽ ശക്തി പ്രാപിച്ചു. പ്രിയമുള്ളവരെ, പൗലോസ് പറഞ്ഞു തന്റെ ശുശ്രൂഷയുടെ അനേക വർഷം കഴിഞ്ഞിട്ടാ ഐ മേ നോ ഹിം ആൻഡ് ദ പവർ ഓഫ് റിസറക്ഷൻ. എനിക്ക് അവനെയും അവന്റെ പുനരുത്ഥാന ശക്തിയെയും അനുഭവിച്ചറിയണം. ശുശ്രൂഷ ചെയ്ത് സഭകളുണ്ടായി, ലേഖനം എഴുതി, അനേക വർഷം കഴിഞ്ഞ് പറയുവാണ് എനിക്ക് അവന്റെ ശക്തിയെ അനുഭവിച്ചറിയണമെന്ന്. അപ്പൊ നമ്മൾ എന്തുമാത്രം പറയണം? അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് ശക്തി ലഭിച്ചിട്ടുണ്ട്? ശക്തി പ്രാപിപ്പാൻ നമുക്കിനി ഉണ്ട്, ആവശ്യമുണ്ട്. ഒത്തിരി കാര്യം കർത്താവിന് വേണ്ടി ചെയ്യാനുണ്ട്. ഇവിടെ ശക്തി പ്രാപിച്ചു, അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞതിൽ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ബൈ ഫെയ്ത്ത് ഈവൻ സൈറ ഹെർസെൽഫ് റിസീവ് ദ എബിലിറ്റി ടു കൺസീവ്. റിസീവ് ദ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏബിൾ, കഴിവ്. യഹോവ ഒരു ചോദ്യം ചോദിച്ചു 18 അധ്യായത്തിൽ. എന്തുവാ? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? കഴിയാത്ത കാര്യമില്ല. അതുകൊണ്ട് അവൻ കഴിവുള്ളവനാ. ശക്തൻ മാത്രമല്ല, ശക്തനായതുകൊണ്ട് ശക്തി പ്രാപിച്ചു, കഴിവുള്ളവനായതുകൊണ്ട് കഴിവ് പ്രാപിച്ചു. മാക്സിമം അവർക്ക് അറിയേണ്ടിടത്തോളം അവളങ്ങ് അറിഞ്ഞു ദൈവത്തെ ചുരുക്ക സമയം കൊണ്ട്. എന്നിട്ടുണ്ടല്ലോ ആ ദൈവത്തിൽ നിന്നും പ്രാപിക്കാവുന്നിടത്തോളം പ്രാപിച്ചു. ശക്തിയും പ്രാപിച്ചു, കഴിവും പ്രാപിച്ചു. നമ്മൾ എത്രമാത്രം ദൈവത്തോടും ദൈവത്തിന്റെ വചനത്തോടും അടുത്ത് ഇടപഴകുന്നുവോ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ശക്തി ഉണ്ടാകും. പല കാര്യങ്ങൾക്ക് ദൈവം നമുക്ക് കഴിവെന്ന് നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകും. ഈ ഭൂമിയിലെ ജീവിതം വലിയ കഠിനമാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അതിനെ അതിജീവിച്ച് പോകണമെങ്കിൽ ദൈവിക ശക്തിയും ദൈവത്തിന്റെ കഴിവും നമ്മിൽ വ്യാപരിക്കണമെന്നാണ് പറഞ്ഞതിന്റെ ആശയം. ഇത് രണ്ടും അവൾക്കുണ്ടായി. ഇനി നമുക്ക് ഒന്നുകൂടെ വായിക്കാം. എബ്രായ ലേഖനം 11 അധ്യായം 11 വാക്യം. ആ ആ ആ ശക്തി പ്രാപിച്ചു. പിന്നെ റിസൾട്ട് 12 വാക്യം. റിസൾട്ട് എന്തോ നോക്കിക്കേ. പോലെയും ഇവിടെ നന്മ ഉണ്ടായത് ആർക്കാന്നാ പറഞ്ഞേക്കുന്നേ? അബ്രഹാം വിശ്വസിച്ചതാരാ? നമ്മുടെ വിശ്വാസവും നമ്മുടെ സമർപ്പണവും നാം ശക്തി പ്രാപിക്കുന്നതും നാം ദൈവത്തിന്റെ കഴിവ് വ്യാപരിച്ചെടുക്കുന്നതും മറ്റൊരുത്തർക്ക് നന്മയാകുമെങ്കിൽ നമുക്ക് ചെയ്തുകൂടെ? ഇവിടെ സാറയുടെ കാര്യമല്ല പിന്നെ പറയുന്നത്. ഒരുവന് മൃതപ്രായനായ തന്നെ, എന്ന് വെച്ചാൽ ആസ് ഗുഡ് ആസ് ഡെഡ്, മരിച്ചതിന് തുല്യമാ. ഇംഗ്ലീഷിൽ അങ്ങനെയാ. മൃതപ്രായനായ തന്നെ നന്മയുണ്ടായി. ഇവിടെ ആരായിരുന്നു? അവിടെ ഗർഭപാത്രം നിർജീവമായിരുന്നു, അവൾ മച്ചിയായിരുന്നു, സമയം കഴിഞ്ഞ ആളായിരുന്നു. എന്നിട്ടും ശക്തി പ്രാപിച്ചു, കഴിവ് പ്രാപിച്ചു. നന്മ അനുഭവിക്കുന്ന ആരാ? അബ്രഹാം. എൻ്റെ നിങ്ങളുടെയും ശരിയായ തീരുമാനം, എൻ്റെ നിങ്ങളുടെയും വിശ്വാസത്തിലെ ഉറപ്പ് മറ്റൊരുത്തർക്ക് നന്മ ഉണ്ടാക്കും. ദൈവം അങ്ങനെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ആ സാറ അന്ന് ആ കാര്യത്തിൽ വിശ്വസിക്കുകയോ അത് അംഗീകരിക്കുകയോ ഒരു മടി കാണിക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ നന്മ അബ്രഹാം ഉണ്ടാകത്തില്ല. അബ്രഹാം നന്മയുടെ പിൻപിൽ വ്യാപരിച്ചത് സാറയുടെ ഉറച്ച വിശ്വാസമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകല്ലേ. എന്തോ അവിടെ കിട്ടിയ നന്മ നോക്കിക്കേ. ആകാശത്തിലെ നക്ഷത്രം പോലെ. പിന്നെ കടൽപ്പുറത്തെ ആകാശത്തിലെ നക്ഷത്രം എന്ന് പറയുന്നത് ഹെവൻലി ബ്ലെസ്സിങ്സ്, സ്വർഗീയ അനുഗ്രഹങ്ങൾ. കടൽപ്പുറത്തെ മണൽ എന്ന് പറയുന്നത് എർത്ത്ലി ബ്ലെസ്സിങ്സ്, ഭൗതിക അനുഗ്രഹങ്ങൾ. ഇനി വല്ലതും വേണോ? സ്വർഗീയ അനുഗ്രഹം കിട്ടി, ഭൗതിക അനുഗ്രഹം കിട്ടി. പിന്നെ ആകാശത്തിലെ നക്ഷത്രം എന്ന് പറയുന്നത് അത് സ്പിരിച്വൽ ബ്ലെസ്സിങ്സാണ്, ആത്മീയ അനുഗ്രഹങ്ങളാണ്. ഇത് ഭൗതിക അനുഗ്രഹങ്ങളാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നമ്മളെല്ലാവരും എണ്ണി തിട്ടപ്പെടുത്താനോ ഇതുവരെ കാണാനോ കഴിഞ്ഞിട്ടുണ്ടോ? അത് ഇൻവിസിബിളാണ്. ഭൂമിയിലെ നന്മയൊക്കെ വിസിബിളാണ്, അദൃശ്യമാണ്, ദൃശ്യമാണ്. ഇത്രയും കാര്യമാണ് അബ്രഹാമിന് സാറയുടെ യോഗ്യമായ തീരുമാനം കൊണ്ട് കിട്ടിയത്. സാറ വിശ്വാസ വീരന്മാർ ലിസ്റ്റ് വന്നതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, നമുക്ക് ഈ സാറയെ പോലെ അറിയേണ്ടതുപോലെ അറിയാം. അറിഞ്ഞാൽ ആ അറിഞ്ഞവനിൽ തന്നെ ആശ്രയിക്കാം. അവൻ പറയുന്ന വാഗ്ദത്തം നിറവേറ്റുമെന്നുള്ളത് സത്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കാം. ഒരു നന്മ കിട്ടിയാൽ ആ നന്മയുടെ പുറകെ പോവുകയല്ല, തന്നവൻ്റെ പുറകെ പിന്നെയും പോവുക.
തന്നവൻ്റെ നന്മ ഇങ്ങനെ മാറിയും കയറിയൊക്കെ നിൽക്കും. കർത്താവ് നമുക്ക് ആരോഗ്യം തന്നാൽ നാളെ ആരോഗ്യത്തിന് കുറവ് വരാം. കർത്താവ് സമ്പത്ത് വന്നാൽ നാളെ സമ്പത്തിന് കുറവ് വരാം. പക്ഷെ തന്നവന് കുറവ് വരുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ കർത്താവിൽ തന്നെ ആശ്രയിക്കാം. അവൻ്റെ ഇഷ്ടം പോലെ അവൻ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളൊരു ബോധ്യം നമുക്ക് അത്യാവശ്യമായിട്ട് വേണം. അതാണ് ഈ സാറ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം. ഇനി ഈ സാറയെക്കുറിച്ചും അബ്രഹാമിനെ കുറിച്ചും പറയുമ്പോൾ ഉൽപ്പത്തി 17:16 വാക്യം വായിച്ച് ഇവർക്ക് ഉണ്ടാകുന്ന മക്കളെ കുറിച്ച് പറഞ്ഞേക്കുന്നത് ഉൽപ്പത്തി 17:16. നിനക്ക് ഒരു മകനെ തരും. അങ്ങനെയല്ലേ പറഞ്ഞേ? 18:16 വായിച്ച് 18:16 സോറി 18:10 ഒരു മകനുണ്ടാകും. സാറയുടെ കാര്യം പറയുമ്പോഴെല്ലാം പറഞ്ഞേക്കുന്നത് ഒരു മകനുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അബ്രഹാമിന് പറഞ്ഞേക്കുന്നത് എപ്പോൾ പറഞ്ഞത് നിന്റെ സന്തതി കടപ്പുറത്തെ മണൽ പോലെ, നിന്റെ സന്തതി ആകാശ നക്ഷത്രം പോലെ, നിന്റെ സന്തതി നിനക്ക് അനേക ജാതികളുണ്ടാവും, നീ ബഹുജാതികളുടെ പിതാവെന്ന് അറിയപ്പെടും. അബ്രഹാമിന് പറയുമ്പോഴെല്ലാം പറയുന്നത് അനേക ജാതികളെ കുറിച്ചാണ്. സാറോട് പറയുമ്പോൾ എന്താ പറയുന്നത്? ഒരു മകൻ മതി, ഒന്ന് മതി. വിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്ത ഒന്ന് മതി. ആ ഇസ്ഹാക്കിന്റെ സന്തതികളാണ് ആര്? യാക്കോബ് സന്തതികളാണ് ഇസ്രായേൽ മക്കൾ. ആ ഗോത്രത്തിലാണ് യേശു പോലും ജനിക്കുന്നത്. മനസ്സിലായോ? ഒന്ന് മതി. അവളിൽ നിന്ന് ലഭിച്ച ഒന്ന് അബ്രഹാമിനെ ബഹുജാതികളുടെ പിതാവാക്കി മാറ്റി. ഞാൻ പിന്നെയും പറയുന്നത്, നമ്മുടെ തീരുമാനവും നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പും മറ്റൊരുത്തർക്ക് നന്മ ഉണ്ടാകുന്നു, മറ്റൊരുത്തരെ സ്വാധീനിക്കുവാൻ സാധിക്കും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. പത്രോസ് കൂടുതൽ സഹോദരന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞു. 6 പേര് കൂടെ പോയി. അങ്ങനെ 7 പേര് പിന്മാറ്റത്തിൽ പോയി മീൻ പിടിക്കാൻ. അപ്പൊ നമ്മുടെ പിന്മാറ്റവും ചിലരെ സ്വാധീനിക്കും, നമ്മുടെ മുന്നേറ്റവും ചിലരെ സ്വാധീനിക്കും. എന്നായത് ഞാൻ എങ്ങനെ ജീവിക്കുന്നു അത് മറ്റൊരുത്തരെ സ്വാധീനിക്കുമെങ്കിൽ പിന്നെ മെച്ചമായി ജീവിച്ചാൽ പോരെ? മെച്ചമായി ജീവിച്ചാൽ മതി. മോശമായി ജീവിച്ച് ഒരാളെ കുഴപ്പത്തിലാക്കുന്നതിന് നല്ലത് മെച്ചമായി ജീവിച്ച് ആ സ്വാധീനത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതല്ലേ. നമുക്കങ്ങനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. ഞാൻ 1-2 വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാലങ്ങൾ കഴിഞ്ഞു. ഈ ഗോത്രത്തിൽ യേശു ജനിച്ചു. കർത്താവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം, സഭയുടെ ആരംഭം. സഭ വളർന്നു വരുന്നു. പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതി, പത്രോസ് ലേഖനം എഴുതി. ഇവർ രണ്ടുപേരും സാറയെക്കുറിച്ച് പറയാൻ മറന്നില്ല. വായിച്ച് പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം, 1 Peter chapter 3, അതിൻ്റെ 5-6 വാക്യം. ദൈവത്തിൽ പ്രത്യാശയുള്ള വിശുദ്ധ സ്ത്രീകൾ. ഒന്ന് പ്രത്യാശ, 2 വിശുദ്ധി. അവിടെ ആഭരണത്തെക്കുറിച്ചാണ് മുകളിൽ പറഞ്ഞേക്കുന്നത്. ആ ആഭരണം ബാഹ്യമായ അലങ്കാരമാണെന്ന് പറഞ്ഞിട്ട് പറയുന്നു, ആന്തരിക അലങ്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇങ്ങനെയല്ലോ ദൈവത്തിന് പ്രത്യാശ വെച്ച സ്ത്രീകൾ, ഭക്തിയുള്ള സ്ത്രീകൾ. അവരുടെ അലങ്കാരം എന്തുവാ? ഭർത്താവിനെ ബഹുമാനിച്ചു, ഭർത്താവിനെ സ്നേഹിച്ചു, ഭർത്താവിനെ അനുസരിച്ചു, ഭർത്താവിനെ കീഴ്പ്പെട്ടു, ഭർത്താവിനെ യജമാനെന്ന് വിളിച്ചെന്ന്. ഇപ്പൊ എന്താ വിളിക്കുന്ന ആൾക്കാരെ? പോട്ടെ, എന്തെങ്കിലും വിളി. അതൊക്കെ പറഞ്ഞാൽ പിന്നെ കുഴപ്പമാവും. അതാണ് സാറയെക്കുറിച്ച് പത്രോസിന് പറയാനുള്ള കാര്യം. പത്രോസ് അത് പറയാൻ മറന്നില്ല. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് പത്രോസിനെ ഓർപ്പിച്ചു. അന്നൊരു സഹോദരി ഉണ്ടായിരുന്നു, അവിടെ എഴുതി വയ്ക്കാൻ പറഞ്ഞു. ഇന്നത്തെ സഹോദരിമാർക്ക് ഓർമ്മയ്ക്കായിട്ട്. അവള് അലങ്കാരമുള്ള സ്ത്രീയായിരുന്നു. അവിടെ അലങ്കാരം എന്ന് പറഞ്ഞാൽ ബാഹ്യമല്ലായിരുന്നു, ആന്തരികമായിരുന്നു. അത് ഓർപ്പിക്കാൻ പത്രോസ് അത് എഴുതി വെച്ചു. ഇനി പൗലോസ് എന്താ എഴുതിയത്? ഗലാത്യ ലേഖനം 4-ാം അധ്യായം, ഗലാത്യൻസ് chapter 4, അതിന്റെ 21-ാമത്തെ വാക്യം മുതൽ പറയുന്നുണ്ട്. എന്നാൽ അതിന്റെ 31-ാമത്തെ വാക്യം മാത്രം വായിച്ചാലും മതി. ഇവിടെ 21-ാം വാക്യം വരെ വീട്ടിൽ പോയി സഹവാസി വായിച്ചു നോക്കിയാൽ മതി. ഹാഗാറിന്റെയും സാറയുടെയും കാര്യം പറയുക. ഒന്ന് അടിമ, ഒന്ന് സ്വതന്ത്ര. പറഞ്ഞു വന്നിട്ട് പറയുന്നു, നമ്മൾ ആരുടെ മക്കളാ? അപ്പൊ എല്ലാവരും കൂടെ അങ്ങ് ചേർത്തു. പത്രോസ് സഹോദരിമാരെ മാത്രം പറയും, സഹോദരിമാരെ നിങ്ങളുടെ അലങ്കാരം ബാഹ്യമല്ല ആന്തരികമായിക്കട്ടെ. ഇതാണല്ലോ സാറ് ചെയ്തത്. അങ്ങനെ ആയാൽ നിങ്ങൾ അവളുടെ മക്കളായി തീർന്നു. വാക്യമുണ്ട് അതിനകത്ത്, ഞാനത് പറയാൻ മറന്നുപോയതാ. പത്രോസ് അങ്ങനെ വാക്യമുണ്ട്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളായി തീർന്നു എന്നാ. സഹോദരിമാർ മാത്രം. ഇവിടെ എല്ലാവരും കൂടെ പറയുക, നമ്മളാരാ? സഹോദരന്മാർ, നമ്മളെല്ലാവരും
ആ സ്വതന്ത്രയായ സാറയുടെ മക്കളാണ്. അപ്പം ദൈവാത്മാവ് അവളെ ഈ നിലയിൽ ഒന്ന് പരിചയപ്പെടുത്തുവാനും മറന്നുപോയില്ല. അത് മാത്രമല്ല, ഇന്ന് ഈ സഭയിൽ നടക്കുന്ന ഈ ബൈബിൾ ക്ലാസ്സിനും നമ്മുടെ വിഷയം എന്തുവാ? സാറയാ. കർത്താവിന് വേണ്ടി വിശ്വാസത്തോടെ നിന്നവർ, വിശ്വസ്തോടെ നിന്നവർ, കർത്താവിനെ ആശ്രയിച്ചവർ, ആ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തം എണ്ണിയവൻ, അവന്റെ പിന്നാലെ പോയവർ ആർക്കും ഒരു നഷ്ടം വന്നിട്ടില്ല. തലമുറകൾ പോലും അവരെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തും. തലമുറകൾ പോലും അവരുടെ പാതകളെ പിൻപറ്റുന്നിടയായിത്തീരും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഭൂമി ജീവിക്കുന്നിടത്തോളം കാലം വിശ്വസ്തമായി ജീവിക്കാം, വിശ്വാസ വീരന്മാരായി ജീവിക്കാം. അങ്ങനെ ജീവിച്ചാൽ ഇവിടെ തന്നെ നന്മയുണ്ടാകും, അനേകർക്ക് നന്മയുണ്ടാകും. അവിടെ ചെല്ലുമ്പോൾ ന്യായമായ പ്രതിഫലം നമുക്ക് വാങ്ങിപ്പാനായിട്ട് സാധിക്കും. ഈ ചിന്ത, ഈ പഠനം അതിനെല്ലാവർക്കും മുഖാന്തരമായി തീരട്ടെ. യഥാർത്ഥമായി നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, മുൻപോട്ട് പോകാം. അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും